കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് അതിമോഹം ആപത്ത്. പണ്ട് പണ്ട് പഞ്ചമിക്കാട്ടിലെ കിങ്ങിണിപ്പുഴയോരത്ത് എന്നൊരു തട താമസിച്ചിരുന്നു. ധാരാളം പുഴുക്കളെയും കാറ്റകളെയും തിന്നാൻ കിട്ടിയത് കൊണ്ട് അവൻ തടിച്ച് കൊഴുത്ത് സുന്ദര കുട്ടപ്പനായിരുന്നു. ഒരു ദിവസം അവൻ കാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടു മതി മറന്നിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് കാഴ്ച കണ്ടത്. മരത്തിന്റെ ചുവട്ടിൽ നിന്നും മണ്ണ് ഇളക്കി ഇളക്കി വരുന്നത് പോലെ. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അത് കൂടി കൂടി വരുന്നു. പെട്ടെന്ന് അതിനുള്ളിൽ നിന്നും ഒരു ചുണ്ടലി പുറത്ത് ചാടി. അറിയാതെ ചിരിച്ചു. നീയായിരുന്നു. ഞാൻ വിചാരിച്ചു വല്ല ഭൂതവുമാണ്. നീ ഇവിടെ എന്ത് ചെയ്യുകയാ? ഞാനിവിടെ ഒരു കൊട്ടാരം പണിയാൻ പോവുകയാ. മനുഷ്യരുടെ കൊട്ടാരത്തേക്കാൾ വലിയ കൊട്ടാരം. എന്നിട്ട് ഞാൻ ഇതിലിരുന്ന് ഈ കാട് ഭരിച്ചു. ഒരു പൂജയെ കണ്ടാൽ പേടിച്ചോടുന്ന നീയാണോ രാജാവാകാൻ പോകുന്നത്? ചുണ്ടലിയെ കളിയാക്കി. അപ്പൊ പിന്നെ നീയോ ഒരു പാമ്പിനെ കണ്ടാൽ പേടിച്ചോടാറില്ലേ? ചുണ്ടലി വിട്ടുകൊടുക്കില്ല. എന്നാൽ ഇപ്പോൾ എന്റെ സംശയം നിനക്ക് രാജാവാകാനുള്ള യോഗ്യതയുണ്ടോ എന്നാണ്. നീ കേട്ടിട്ടില്ലേ ഞങ്ങളുടെ പിതാമഹനെ കുറിച്ച്? പർവ്വതത്തെ തുരന്ന് തുരന്ന് മറിച്ചിട്ടവരാണ് ഞങ്ങൾ. കേട്ടിട്ടുണ്ട്. അതിന് മുത്തശ്ശനാണല്ലേ? പറഞ്ഞു. പിന്നെ കൂട്ടുകാരനാക്കാം. വിചാരിച്ചു, ആട്ടച്ചങ്ങാതി, നിനക്ക് നീന്താൻ അറിയുമോ? ചുണ്ടലിയാർ കേട്ട് മിണ്ടാതെ നിന്നു. വിഷമിക്കേണ്ട ചങ്ങാതി, നിനക്ക് ഞാൻ നീന്തൽ പഠിപ്പിച്ചു തരാം. പിറ്റേ ദിവസം നീന്തൽ പഠിക്കാനായി പുഴക്കരയെത്തി. വെള്ളത്തിലേക്ക് ഒറ്റ ചാട്ടം. വെള്ളത്തിലിറങ്ങാതെ നിൽക്കുന്ന ചുണ്ടലിയെ നോക്കി വിളിച്ചു പറഞ്ഞു, വരൂ ചങ്ങാതി, നീന്തൽ പഠിക്കാം. ചുണ്ടലി ഒരടി പോലും മുന്നോട്ട് വെച്ചില്ല. നിനക്ക് പേടിയാണല്ലേ? എന്നാൽ ശരി, ഒരു കാര്യം ചെയ്യും, നിന്റെ വാക്കിന്റെ കാലിലോട്ട് കെട്ടിവെക്കാം. ചുണ്ടലി അതും സമ്മതിച്ചു. ചുണ്ടലിയുടെ ഭർത്താവിയുടെ കാലിൽ കെട്ടിവെച്ച് നീന്താൻ തുടങ്ങി. ചുണ്ടലി ആവട്ടെ ഒന്നും അറിയാതെ കാലിട്ടടിച്ചു. ഇതൊക്കെ കണ്ട് ഒരു മരക്കൊമ്പിൽ ഒരു പരുന്തച്ഛൻ ഇരിക്കുന്നുണ്ടായിരുന്നു. വിഷമിരുന്ന ചുണ്ടലിയെ കൊത്താനായി വെള്ളത്തിലേക്ക് പറന്നു. ചുണ്ടലിയുടെ തവളയുടെ കാലിൽ കെട്ടിവെച്ചതുകൊണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷി. ചുണ്ടലിയെ പറ്റിച്ച് തവളയുടെ രാജാവാകാനുള്ള അവന് ജീവൻ തന്നെയില്ല.